വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ 2 വീഡിയോയുടെ ബാക്കിയായിട്ടാണ്. ബയോടെക്നോളജി ഫൈനൽ പാർട്ടാണ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്കറിയാം വെറും 3 പാർട്ട് കൊണ്ട് ഒന്നും ആവില്ലെന്ന്, പക്ഷേ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ക്ലാസ്സും തയ്യാറാക്കിയിട്ടുള്ളത്. സയൻറ്റിഫിക് ഓഫീസർ എക്സാമിന് മാത്രമല്ല, ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാമിനും നിങ്ങൾക്ക് പഠിക്കാൻ ഈ വീഡിയോ യൂസ് ചെയ്യാം. പലതരത്തിലുള്ള എക്സാംസിനും അത് ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഞാനിതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോളേജുകളിലെ ഇൻ്റർവ്യൂവിന് പോലും നിങ്ങളെ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെക്റ്റേഴ്സ് എന്നിവയെ പറ്റിയാണ് കൂടുതലായിട്ടും പറയുന്നത്. പിന്നെ അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിസ് ചെയ്തിരിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, ജീൻ ക്ലോണിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ ഉണ്ട്. എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? is the artificial synthesis, isolation, modification, combination, addition and repair of genetic material to alter the phenotype of the host organism to suit human needs. എന്താണ് മനസ്സിലായി കാണുമല്ലോ. എന്താണ് നമ്മുടെ ഹ്യൂമൻ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഫീനോടൈപ്പ് നമ്മൾ ആൾട്ടർ ചെയ്യുകയാണ്. എങ്ങനെയാണ് ആൾട്ടർ ചെയ്യുന്നത്? അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് സിന്തസൈസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനകത്ത് മോഡിഫിക്കേഷൻസോ കോമ്പിനേഷൻസോ അഡീഷനോ റിപ്പയറോ ഒക്കെ നടത്തിയിട്ട് നമ്മൾ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിലാണ് നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുന്നത്, മോഡിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഫീനോടൈപ്പ് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, നമ്മുടെ ഹ്യൂമൻ നീഡ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ BT ബ്രിഞ്ചാളുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ റൈസ് ഉണ്ട്, അങ്ങനെ ഹ്യൂമുലിനുണ്ട്. അതെല്ലാം എന്താണ്, ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അതൊക്കെ നമ്മുടെ ഹ്യൂമൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, അതിൻ്റെ അകത്തുള്ള വൈറ്റമിൻ കണ്ടൻറ്റ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹ്യൂമണിന് ആവശ്യമുള്ള രീതിയിൽ നമ്മളൊരു ഓർഗാനിസത്തിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനകത്ത് നമ്മൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നു. അതിനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് പോൾ ബർഗാണ് 1972-ലാണ്. അദ്ദേഹം എന്താ ചെയ്തത്, ഒരു SV40 എന്ന് പറയുന്ന ഒരു ജീനിനെ എങ്ങോട്ട് മാറ്റി, ബാക്ടീരിയത്തിലേക്ക് മാറ്റി, ഒരു ലാംഡ ഫേജിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഓക്കെ, അതാണ് പോൾ ബർഗ് ആദ്യമായിട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് RDNA എന്ന് വെച്ചാൽ റീകോമ്പിനൻ്റ് DNA കൺസ്ട്രക്റ്റഡ് ബൈ സ്റ്റാൻലി കോഹൻ ആൻഡ് ഹാർബർട്ട് ബോയർ ഇൻ 1972 തന്നെ ആണ് ഈ കോഹനും ബോയറും കൂടിയിട്ട് ഫസ്റ്റ് RDNA കൺസ്ട്രക്ട് ചെയ്തത്. അതെങ്ങനെയാണ്, ഈ സാൽമോണല്ല ടിഫിമ്യൂറിയത്തിനകത്തു നിന്ന് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനിനെ ഈ എസ്ക്രീഷ്യ കോളയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അവർ ഫസ്റ്റ് RDNA അവർ കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ എൻസൈംസിലേക്ക് കടക്കാം. 3 എൻസൈംസിൻ്റെ കാര്യം ഞാനിവിടെ പറയുന്നുള്ളൂ. അതുകൂടാതെ വേറെ ഒരുപാട് എൻസൈംസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈമേഴ്സ്, ലിഗേസ്, അങ്ങനെ ഒരുപാട് എൻസൈംസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ലിഗേസ് ആണെങ്കിൽ ആ DNA ഫ്രാഗ്മെൻസിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഗ്ലൂ ആണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, ലിഗേസ് എന്ന് പറയുന്നത്. പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേഷൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ പ്രൈമർ ആഡ് ചെയ്യുന്ന എൻസൈമാണ് പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ക്ലീവിങ് എൻസൈമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് അല്ലെങ്കിൽ എക്സോന്യൂക്ലിയേസസ് എന്ന് പറയുന്നത്. അതിൽ എക്സോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞാൽ ഈ DNAയുടെ ഒക്കെ എൻഡിൽ കട്ട് ചെയ്യുന്ന ആളാണ് എക്സോന്യൂക്ലിയേസസ്. ഓക്കെ, എൻഡോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞാൽ DNAയുടെ ഉൾഭാഗം കട്ട് ചെയ്യുന്ന അകത്ത് എന്നുള്ള രീതിയിലാണ് എൻഡോന്യൂക്ലിയേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അതിൽ ടൈപ്പ് 1 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസിന് 3 സബ് യൂണിറ്റ് ആണുള്ളത്. അവർക്ക് ATP, അതുപോലെ തന്നെ മഗ്നീഷ്യം 2+, അതുപോലെ S അഡിനോസിൻ മെഥിയോണൈൻ ഇതൊക്കെ വേണം അവയുടെ റെസ്ട്രിക്ഷന് വേണ്ടിയിട്ട്. അവരാണെങ്കിൽ ഒരു DNAക്കകത്തെ ഒരു സ്പെസിഫിക് സൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആ സൈറ്റിനെ കട്ട് ചെയ്യാനുള്ളൊരു കഴിവ് ഈ പറയുന്ന ടൈപ്പ് 1 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ RDNA ടെക്നോളജിയിൽ നമ്മളിതിനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ,
ദെൻ ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞാൽ അത് മഗ്നീഷ്യം 2+ അയോൺസ് ആണ് അവർക്ക് വേണ്ടത് റെസ്ട്രിക്ഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവരാണെങ്കിൽ ഇൻവിട്രോ ആയിട്ട് ഈ പറയുന്ന DNA-യുടെ സ്പെസിഫിക് സൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സ്പെസിഫിക് DNA സീക്വൻസിനെ ക്ലീവ് ചെയ്യുകയും അല്ലെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അൺമെഥിലേറ്റഡ് സൈറ്റ്സിലാണ് ഇവർ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരാണ് നമ്മൾ RDNA ടെക്നോളജിയിൽ അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. BAM-H1 അത് ബാസിലസ് അമൈലോ ലിക്വിഫേഷൻസിനകത്തു നിന്നാണ് ഐസൊലേറ്റ് ചെയ്തത്. ECHO-R1 അത് എസ്ക്രിഷ്യ കോളെ RY13 എന്നാണ്. അതുപോലെ HIND-3 അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയിൽ നിന്ന് RD നിന്നാണ്. SAL1 സ്ട്രെപ്റ്റോമൈസിസ് ആൽബസ് അതൊക്കെ പഠിക്കേണ്ടതാണ്. SMA1 എന്ന് പറയുന്നത് സെറേഷ്യ മാർസൻസിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ പല ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആണ്. ദെൻ ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആണെങ്കിൽ അവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ RDNA ടെക്നോളജിയിൽ അധികം യൂസ് ചെയ്യാറില്ല. അവരാണെങ്കിൽ മെഥിലേഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റെസ്ട്രിക്ഷനും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇവർ ടൈപ്പ് 1ൻ്റെയും ടൈപ്പ് 2ൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നവരാണ് ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇനി പോകുന്നത് ക്ലോണിംഗ് വെക്ടേഴ്സിലേക്കാണ്. ഓക്കെ, എന്താണ് ക്ലോണിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ ദ DNA യൂസ്ഡ് ആസ് എ കാരിയർ ഫോർ ട്രാൻസ്ഫറിങ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് ഫോറിൻ DNA ഇൻറ്റു എ സ്യൂട്ടബിൾ ഹോസ്റ്റ് ഈസ് കോൾഡ് വെഹിക്കിൾ DNA അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടർ അല്ലെങ്കിൽ ജീൻ കാരിയർ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു DNA ആണ്, അതെന്താ ചെയ്യുന്നത്, ഒരു ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു സ്യൂട്ടബിൾ ഹോസ്റ്റിനുള്ളിലേക്ക്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വെഹിക്കിൾ പോലെയാണ്. ഒരു ഓർഗാനിസത്തിൻ്റെ ഫോറിൻ DNA-നെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു ഹോസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്കുള്ള ഒരു മീഡിയേറ്റർ പോലെ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ പോലെയാണ് ആക്ട് ചെയ്യുന്നത് ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പല ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. പ്ലാസ്മിഡ് വെക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ യാക്ക്, ബാക്ക് എന്ന് പറഞ്ഞിട്ട് പാക്ക്, ഹാക്ക്, പിന്നെ എന്താണ് M30 വെക്ടേഴ്സ്, ഫേജ് വെക്ടേഴ്സ് ഉണ്ട്, കോസ്മിഡ് വെക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം പ്ലാസ്മിഡ് വെക്ടേഴ്സ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്, ചില ഈസ്റ്റിൻ്റെ അകത്തും ബാക്ടീരിയക്കകത്തും ഒക്കെ ആണെങ്കിൽ കാണപ്പെടുന്ന ചില എക്സ്ട്രാ ക്രോമസോമൽ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള കൂടുതലും സർക്കുലർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂളായിട്ടാണ് ഈ പ്ലാസ്മിഡ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇവയുടെ നോർമലായിട്ടുള്ള ആ ഒരു ന്യൂക്ലിയസിനകത്തല്ല, ഒരു ക്രോമസോമായിട്ടല്ല കാണുന്നത്, പകരം അതിന് പുറത്തായിട്ട് ഒരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടാണ് ഇവയെ കാണപ്പെടുന്നത്. ഓക്കെ, ഇത് വില്യം ഹൈസ് ആൻഡ് ജോഷുവ ലാഡ്ബർഗ് ആണ് 1952 ഇതിനെ ഡിസ്കവർ ചെയ്യുന്നത്, പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ. ഓക്കെ, PBR322 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്മിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ PBR322 എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ടൈപ്പ് ഓഫ് ഈ PBR322 പോലത്തെ കുറേ ഉണ്ടെങ്കിലും ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത് PBR322 ആണ്. ഇത് കണ്ടുപിടിച്ചത് ബൊളീവറും റോഡ്രിഗസും ആയതുകൊണ്ടാണ് ഈ BR എന്ന് പറഞ്ഞേക്കുന്നത്, പ്ലാസ്മിഡ് BR എന്ന് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ PBR എന്നുള്ള ഉദ്ദേശിക്കുന്നത് ബൊളീവറിൻ്റെ Bയും അതുപോലെ റോഡ്രിഗസിൻ്റെ R ആണ്. ഓക്കെ, 322 എന്നുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന PBR322, PBR325 അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് നമ്പേഴ്സ് ഉള്ളതിൽ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അത് ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത് PBR322 ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ ഒരു പേരിൽ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനുണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനുണ്ട്, അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒറിയുണ്ട്. അതുപോലെ ഏകദേശം 12 റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഉണ്ട് ഈ പറഞ്ഞ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനിൻ്റെ ഭാഗത്തും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിൻ്റെ ഭാഗത്തും ഒക്കെ. അതാണ് PBR322 ഓവറോൾ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പക്ക് വെക്ടേഴ്സ് ആണ്. പക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് വെക്ടറാണ് ഈ പക്ക് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാസ്മിഡ് ഡെവലപ്ഡ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എന്നുള്ളതാണ് UC വരുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. അപ്പോൾ പ്ലാസ്മിഡ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയയാണ് പക്ക്.
ഓക്കെ. അതുപോലെ തന്നെ പക്ക് 8, പക്ക് 9, പക്ക് 12, പക്ക് 13, 18, 19 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സീരീസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ. പക്ഷെ ഇവർക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ 10 KB സൈസിലുള്ള DNA, ഫോറിൻ DNA മാത്രമേ ഇവർ ക്ലോൺ ചെയ്യത്തുള്ളൂ. ചെറിയ സൈസിലുള്ള 10 KB ഒക്കെ ഉള്ള ഫോറിൻ DNA മാത്രമേ ഇവർക്ക് ക്ലോൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഈ കോളേക്കകത്ത്. ഇവയുടെ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ 40% ഓഫ് DNA-യും PBR322 ആയിട്ട് സിമിലർ ആണ്. ഈ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനൊക്കെ ആണെങ്കിലും എടുത്തേക്കുന്നത് PBR322 നിന്നാണ്. ഓക്കെ. ഇറ്റ് ഹാസ് ഷോർട്ട് സ്ട്രെച്ച് ഓഫ് DNA വിത്ത് എ ക്ലസ്റ്റർ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നീഷൻ പക്ക് സൈറ്റ്സ് ഉണ്ട്. ഓക്കെ. അവയ്ക്ക് ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് DNA ഉണ്ട്. അവിടെ ഒരു ക്ലസ്റ്റർ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നീഷൻ സൈറ്റ്സ് ഉണ്ട്. ആ സൈറ്റ്സിന് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ് അല്ലെങ്കിൽ MCS എന്ന് പറയുന്നത്. ഓക്കെ. ദ പക്ക് വെക്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ് ആൻ ഓറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഉണ്ട്, ലാക് ജീനൊക്കെ ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ എടുത്തിരിക്കുന്നത് ഒരേ സീക്വൻസും ഒക്കെ എടുത്തിരിക്കുന്നത് PBR322 നിന്നാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്നാണ് ബാക്കിൻ്റെ ഫുൾ ഫോം. ഓക്കെ. ആർ ബേസ്ഡ് ഓൺ നാച്ചുറൽ എക്സ്ട്രാ ക്രോമസോമൽ പ്ലാസ്മിഡ് ഓഫ് ഈക്കോളൈ. ഓക്കെ. ഈക്കോളയ്ക്കകത്തു നിന്ന് ഉള്ള എക്സ്ട്രാ ക്രോമസോമൽ പ്ലാസ്മിഡ് ഉള്ള അതിൽ നിന്നാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ബാക്ക് വെക്ടർ ആണെങ്കിൽ അതിൻ്റെ ഒരു എഫ് ഫാക്ടർ ഉണ്ട്. ഫെർട്ടിലിറ്റി ഫാക്ടറിനെ റെപ്ലിക്കേഷനും ഹെൽപ്പ് ചെയ്യാനും അതിൻ്റെ മെയിൻ്റനൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ബാക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? ഒരു ഫെർട്ടിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എഫ് ഫാക്ടർ ഉണ്ട്. അവയുടെ മെയിൻ്റനൻസിനും റെപ്ലിക്കേഷനും വേണ്ടിയിട്ടുള്ള ജീൻസ് ഒക്കെയാണ് ഈ ഒരു ബാക്ക് വെക്ടറിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട്, ക്ലോണിംഗ് സൈറ്റ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ഏകദേശം ഒരു 300 തൊട്ട് 3500 KB വരെയുള്ള ഫോറിൻ DNA ഇവർക്ക് ക്ലോൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവരിൽ ക്ലോറാഫെനിക്കോൾ റെസിസ്റ്റൻറ്റ് ജീനാണ് മാർക്കറായിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലോണിംഗ് സെഗ്മെൻറ്റ്സ് ഒക്കെ ഇവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ എഫ് ഫാക്ടറിന് റെഗുലേറ്ററി ജീൻസ് ഒക്കെ ഉണ്ട്. അവരുടെ തന്നെ റെപ്ലിക്കേഷനും അതുപോലെ തന്നെ അവരുടെ തന്നെ കോപ്പി നമ്പറും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഈ എഫ് ഫാക്ടറിന് ഉള്ള റെഗുലേറ്ററി ജീൻസുകൾ. ഓക്കെ. ദെൻ ഒറി എസും റെപ്പ് ഇയും എന്താ ചെയ്യുന്നത്? യൂണി ഡയറക്ഷണൽ റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നു. പാർ എന്നും പാർ ബി എന്നും പറഞ്ഞുള്ള സൈറ്റുകളുണ്ട്. അവരാണെങ്കിൽ ഈക്കോളെ ജീനോമിനുള്ളിൽ ഇവരെ 1, 2 ആയിട്ട് ഇവരുടെ കോപ്പി നമ്പർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ബാക്കിനകത്തുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇതെന്ന് പറഞ്ഞത് യാക്ക് എന്ന് പറയുന്നത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമാണ്. ഈസ്റ്റിനകത്തു നിന്നുള്ള ഒരു ആർട്ടിഫിഷ്യൽ ക്രോമസോമാണ് യാക്ക് എന്ന് പറയുന്നത്. യൂസ്ഡ് ടു ക്ലോൺ DNA ഫ്രാഗ്മെൻറ്റ്സ് മോർ ദാൻ 10 MB ഇൻ സൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിനകത്ത് ഏറ്റവും ലാർജർ സൈസിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? യാക്കിനാണ്. ഏകദേശം 1 MB സൈസിലുള്ള ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റ്സിനെ ക്ലോൺ ചെയ്യാനായിട്ട് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിന് സാധിക്കും, യാക്കിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ യാക്കും ബാക്കും ഒക്കെയാണ്. ഓക്കെ. ഇവരെന്ന് പറഞ്ഞാൽ ലീനിയർ വെക്ടേഴ്സ് ആണ്. ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ആയിരുന്നു, ഇതെന്ന് പറഞ്ഞാൽ ലീനിയർ വെക്ടേഴ്സ് ആണ്. അപ്പോൾ യാക്കിനകത്ത് എന്തൊക്കെയുണ്ട്? സെൻട്രോമിയർ എലമെൻ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ്റ്റിൽ നിന്നുള്ള സെൻട്രോമിയർ എലമെൻ്റ് ഉണ്ട്. അത് ആ ക്രോമസോമിൻ്റെ സെഗ്രിഗേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 ടീലോമിയർ എലമെൻ്റ് ഉണ്ട്. അത് ക്രോമസോമിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈസ്റ്റിൽ നിന്നുള്ള ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സീക്വൻസസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവർക്കും ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനാണ് മാർക്കറായിട്ടുള്ളത്. അതെവിടെയാണ് കാണപ്പെടുന്നത്? സെൻട്രോമിയറിൻ്റെയും ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സീക്വൻസിൻ്റെയും ഇടയിലാണ് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീന് ഉള്ളത്. പിന്നെ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നത് സെൻട്രോമിയറിൻ്റെയും ടീലോമിയറിൻ്റെയും കൂടി ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ബാക്ടീരിയോഫേജ് വെക്ടേഴ്സ്. ലാംഡ ഫേജ് വെക്ടേഴ്സ്, M30 ഫേജ് വെക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ബാക്ടീരിയോഫേജ് വെക്ടേഴ്സ് ആണ്. അതിൽ ലാംഡ ഫേജ് വെക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ഡബിൾ സ്ട്രാൻഡഡ് ലീനിയർ DNA ജീനോമാണ്. ഏകദേശം 49 KB ആണ് അവരുടെ ജീനോമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു കോസ് സൈറ്റ് ഉണ്ട്, COS കോസ് സൈറ്റ് ഉണ്ട്. ദീസ് സൈറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ പാക്കേജിങ് ഓഫ് DNA ഇൻറ്റു ഫേജ് ഹെഡ്. ഓരോ ഫേജ് ഹെഡ് ഉണ്ടല്ലോ, നമുക്കറിയാം ബാക്ടീരിയോഫേജിൻ്റെ ഒരു
ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. അതിൽ ഹെഡിനകത്താണ് നമ്മൾ DNA പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ DNA ഹെഡിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ കോസൈറ്റാണ്. ഓക്കെ, ദിസ് കോസൈറ്റാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. This genome contains large fragment of central region that is not essential for lytic infection of E. coli. അപ്പോൾ ഇവരുടെ ഈ ഒരു ലീനിയർ ആയിട്ടുള്ള ഈ ഒരു ജീനോമിൻ്റെ ഏകദേശം സെൻട്രൽ റീജിയന് ഒരുപാട് ലാർജ് ഫ്രാഗ്മെൻ്റ് ആണ് ഇവയുടെ സെൻട്രൽ റീജിയൻ എന്ന് പറയുന്നത്. അവിടെയാണെങ്കിലുള്ള ജീനുകളൊന്നും ഇവയുടെ ലൈറ്റിക് ഇൻഫെക്ഷന്, ഈ കോളയ്ക്കകത്തുള്ള ഈ കോളയുടെ ലൈറ്റിക് ഇൻഫെക്ഷന് വേണ്ടിയിട്ട് എസെൻഷ്യൽ അല്ല. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഫോറിൻ DNA നമ്മൾ കയറ്റി വെക്കുന്നത്. ഓക്കെ, അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീപ്ലേസ് ചെയ്ത് വെക്കുന്ന ഏതാണ്, ഇതിൻ്റെ സെൻട്രൽ റീജിയനെയാണ്. നമുക്ക് ലൈറ്റിക് ഇൻഫെക്ഷന് വേണ്ടിയിട്ട് അധികം യൂസ് ചെയ്യാത്ത നോട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ചില ലാർജ് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട് അവയുടെ സെൻട്രൽ റീജിയൻസിൽ. അവയെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്തിട്ടാണ് നമ്മൾ ഫോറിൻ DNA അവിടേക്ക് വെക്കുന്നത്. ഓക്കെ, ആ ഫോറിൻ DNA നമുക്ക് 23 KB വരെയുള്ള ഫോറിൻ DNA നമുക്ക് അവിടേക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് M30 ഫേജസ് ആണ്. ഇവരെന്ന് പറഞ്ഞാൽ ഫിലമെൻറ്റസ് ഫേജസ് ആണ്, വിച്ച് ഇൻഫെക്ട് ഈ കോളെ ഹാവ് എ ഫെർട്ടിലിറ്റി പിലി. ഫെർട്ടിലൈസേഷൻ്റെ സമയത്തുള്ള പിലി ഉണ്ടാകുന്ന ഈ കോളയിലാണ് ഇവർ കൂടുതലായിട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ജീനോം ഈസ് സിംഗിൾ സ്ട്രാൻഡഡ്. ഇവയുടെ ജീനോം എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. സർക്കുലർ DNA ഓഫ് 6407 ബേസ് പെയർ ആണ് ഇവരുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാംഡ ഫേജ് വെക്ടർ എന്ന് പറഞ്ഞാൽ അവർ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു. 49 KB ആണ് അവരുടെ ജീനോമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. M30 ഫേജ് എന്ന് പറഞ്ഞാൽ ഫിലമെൻറ്റസ് ആണ്, അതുകൂടാണ്ട് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. സർക്കുലർ DNA ആണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ സർക്കുലർ DNA ആണുള്ളത്. 6407 ബേസ് പെയർസ് ആണ് അവർക്ക് ഉള്ളത്. പിന്നെ ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഈ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേന് ഇവരെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു സ്റ്റേജിന് പറയുന്ന പേരാണ് റെപ്ലിക്കേറ്റീവ് ഫോം അല്ലെങ്കിൽ RF ഫോം എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ് മനസ്സിലായോ? ഈ ഫേജസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, പക്ഷേ ഇവരാണെങ്കിൽ ഒരു ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേന് ഇവർ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. അപ്പോൾ അവർക്ക് പറയുന്ന പേരാണ് റെപ്ലിക്കേറ്റീവ് ഫോം ഓഫ് RF. എന്നിട്ട് അവർ അവിടെ ഇരുന്നിട്ട് അവയുടെ മോളിക്യൂൾസിന് ഒരു 100 കോപ്പീസ് ഒക്കെ അവർ സെല്ലിനകത്ത് ഉണ്ടാക്കും. ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് ഇവർ സെല്ലിലൈസ് ചെയ്തിട്ട് ഇവർ അതിനകത്തു നിന്നുള്ള ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള M30 ഫേജിൻ്റെ കോപ്പീസിനെ ഇവർ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവരെ നമ്മൾ കൂടുതലായിട്ടും DNA സീക്വൻസിങ്ങിന് വേണ്ടിയിട്ടും സൈറ്റ് ഡയറക്റ്റഡ് മ്യൂട്ടാജെനസിസിനകത്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ദെൻ കോസ്മിഡ് വെക്ടേഴ്സ്. കോസ്മിഡ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം, ഒരു ബാക്ടീരിയോഫേജ് വെക്ടറിൻ്റെയും അതുപോലെ തന്നെ പ്ലാസ്മിഡിൻ്റെയും ഒക്കെ ക്യാരക്ടേഴ്സ് ഇതിന് കാണുമെന്ന് നമുക്ക് പേരിൽ തന്നെ ഉണ്ട്, കോസ്മിഡ് വെക്ടേഴ്സ്. ഓക്കെ, constructed by combining certain features of plasmid and co-site of lambda phage. ഓക്കെ, ലാംഡ ഫേജിൻ്റെ അകത്താണ് കോസൈറ്റ് ഉള്ളത്, അത് തെറ്റിപ്പോലെ. ലാംഡ ഫേജിനകത്തുള്ള കോസസൈറ്റും അതുപോലെ പ്ലാസ്മിഡിൻ്റെയും ചില കോമ്പിനേഷൻ ഫീച്ചേഴ്സൊക്കെ കോമ്പൈൻ ചെയ്തിട്ടാണ് കോസ്മിഡ് വെക്ടേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർക്ക് ഏകദേശം 40 KB ഉള്ള ഇൻസർട്ടിനെയൊക്കെ ഇവർക്ക് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവർ പ്ലാസ്മിഡിൻ്റെ ട്രാൻസ്ഫോർമേഷനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആണ് ഈ കോസ്മിഡ് കൊണ്ടുള്ള വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലും വരുന്നുണ്ട്. ഓക്കെ, ദ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ബിക്കോസ്. എന്തിനാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത്? They can cut DNA at a specific base sequence. They are nucleases that cut DNA at variable sites. They can degrade harmful protein. They can join different DNA fragments. ഇത് ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് എന്താണ്, DNA സ്പെസിഫിക് ആയിട്ടുള്ള ബേസ് സീക്വൻസിൽ പോയി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ എന്ന് പറയുന്നത്. Then second, recombinant DNA is achieved by cleaving by pro-DNA by. എന്ത് വെച്ചിട്ടാണ് നമ്മൾ DNA കട്ട് ചെയ്യുന്നത്? ലിഗേസ് യൂസ് ചെയ്തിട്ടാണോ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് യൂസ് ചെയ്തിട്ടാണോ, പ്രൈമേഴ്സ് യൂസ് ചെയ്തിട്ടാണോ, എക്സോന്യൂക്ലിയസസ് യൂസ് ചെയ്തിട്ടാണോ? എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ എ സെറ്റ് ഓഫ് ബാക്ടീരിയൽ ക്ലോൺസ് ഈച്ച് കണ്ടെയ്നിങ് എ പ്ലാസ്മിഡ് ഓർ ഫേജ് ഈസ് കോൾഡ്. ഒരു സെറ്റ് ഓഫ് ബാക്ടീരിയൽ ക്ലോൺസ്. ഓക്കെ, അവയിൽ ഓരോന്നിനകത്തും ഒരു പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഫേജ് ഉണ്ട്. എന്നുവെച്ചാൽ അവയെ RDNA ടെക്നോളജി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ അവരെ നമ്മൾ ഒരുമിച്ച് ഒരു ബാക്ടീരിയയുടെ ക്ലോൺസ് ഉണ്ടാക്കി അവയെ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുവാണ് ലൈബ്രറി പോലെ. അപ്പോൾ പേര് തന്നെ ഉണ്ട് എന്താണ്, ജീൻ ലൈബ്രറിയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അവർ സാധാരണ ഒരു ബാക്ടീരിയൽ കോളനി അല്ല, അവയുടെ ഓരോന്നിൻ്റെ ഉള്ളിലും പ്ലാസ്മിഡോ അല്ലെങ്കിൽ ഫേജോ ഉണ്ട്. ഓക്കെ. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോറിൻ ജീൻ ഫോർ ഇംപ്രൂവിങ് ജീനോടൈപ്പ്. ഒരു ജീനോടൈപ്പിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ ജീനിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജിക്ക് പറയുന്ന പേരെന്താണ്? ബയോടെക്നോളജി, വെർണലൈസേഷൻ, ടിഷ്യൂ കൾച്ചർ ഓർ ജനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഇൻ ട്രാൻസ്ജെനിക്സ്, എക്സ്പ്രഷൻ ഓഫ് ട്രാൻസ്ജീൻ ഇൻ ടാർഗറ്റ് ടിഷ്യൂ ഈസ് ഡിറ്റർമൈൻഡ് ബൈ. എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? എൻഹാൻസർ, ട്രാൻസ്ജീൻ, പ്രൊമോട്ടർ, റിപ്പോർട്ടർ. എന്ത് വെച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? റിപ്പോർട്ടർ ജീൻ. റിപ്പോർട്ടർ ജീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ട്രാൻസ്ജീനിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ടാർഗറ്റ് ടിഷ്യൂവിനകത്ത് നമ്മൾ ഒരു ട്രാൻസ്ജീൻ ഉണ്ടോ, ട്രാൻസ്ഫർ ഈ പറഞ്ഞ ജനറ്റിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ട്രാൻസ്ജീൻ ഉണ്ടോ, അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റിപ്പോർട്ടർ ജീനാണ്. നമ്മൾ കോമൺലി നമ്മൾ റിപ്പോർട്ടർ ജീൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട്, അവയാണ്. അവയെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ട്രാൻസ്ജീനിൻ്റെ എക്സ്പ്രഷനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. കാറ്റ്, ഗസ്, ലെക്സ്, NPTLL എന്നൊക്കെ പറഞ്ഞിട്ട് II11 എന്ന് പറഞ്ഞിട്ട് കുറേ എന്താണ് റിപ്പോർട്ടർ ജീനുകളൊക്കെ ഉണ്ട്. ഓക്കെ. Then next, protein hybridization result in southern blotting, northern blotting, western blotting, all of this. നമുക്കറിയാം സതേൺ ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? DNA ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ഇതാണ് നമ്മുടെ ഇലക്ട്രോഫോറസിസ് നടന്നിട്ടുള്ള ഒരു ജെല്ലിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആ DNA ഫ്രാഗ്മെൻസിനെ അല്ലെങ്കിൽ ആ ബാൻഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു മെട്രോസെല്ലുലോസ് ഫിൽറ്റർ പേപ്പർ അല്ലെങ്കിൽ നൈലോണിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സതേൺ ബ്ലോട്ടിങ്ങിനകത്ത് നമ്മൾ DNA ഫ്രാഗ്മെൻസിനെയാണ് അതുപോലെ ചെയ്യുന്നത്. നോർത്തേൺ ബ്ലോട്ടിങ്ങിനകത്താണെങ്കിൽ RNA ആണ് ചെയ്യുന്നത്. വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിലാണ് നമ്മൾ പ്രോട്ടീൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ദെൻ ചീസ് ഈസ് പ്രിപ്പയർഡ് ബൈ വിച്ച് എൻസൈം? ലാക്ടേസ്, റെനിൻ, ലിപ്പേസ്, ട്രിപ്സിൻ. ആൻസർ എന്ന് പറഞ്ഞാൽ റെനിൻ ആണ്. ഓക്കെ, തെറ്റിപ്പോകരുത്, റെനിൻ ആണ്. ദെൻ ഇൻ DNA fingerprinting, which of the following is true? ഏതാണ്? VNTR is used as probes. Specific metabolic genes are used as probes. Then housekeeping or luxury genes are used as probes. Then all of this. Answer എന്ന് പറയുന്നത് VNTR is used as the probe. First of all, what is VNTR? Variable number of tandem repeats ആണ് VNTR എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഹ്യൂമൻ ജീനോം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന റീജിയൻസ് എന്ന് പറയുന്നത് ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും. അവയിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ടും ഈ പറഞ്ഞ പോളിമോർഫിസം കാണപ്പെടുന്നത്. ആ റിപ്പീറ്റ് ഓരോ സിംഗിൾ ബേസ് റിപ്പീറ്റ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും രണ്ട് ഹ്യൂമൻസ് അല്ലെ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ നമ്മൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ VNTR റീജിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനകത്തൊക്കെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്സ് ആയിട്ട് ഇവിടെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് VNTRനെയാണ്. ഓക്കെ, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സിനെയാണ്. ദെൻ ജേംപ്ലാസം കൺസർവേഷൻ അറ്റ് ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ്? ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചറിൽ നമ്മൾ ജേംപ്ലാസത്തിനെ കൺസർവ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? സ്ട്രാറ്റിഫിക്കേഷൻ, ക്രയോ പ്രിസർവേഷൻ, സ്കാരിഫിക്കേഷൻ, ഓൾ ഓഫ് ദിസ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ക്രയോ പ്രിസർവേഷൻ ആണ്. ഓക്കെ, -196 ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ജേംപ്ലാസത്തിനെ കൺസർവ് ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോൾ സെല്ലിൻ്റെ എന്തെങ്കിലും പ്ലാന്റിൻ്റെ എന്തെങ്കിലും പാർട്ട് ആവാം, അല്ലെങ്കിൽ പോളൻസ് ആവാം, ഫംഗസ് ആവാം, അങ്ങനെ പല രീതിയിൽ പല സാധനത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് നാളത്തേന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ക്രയോ പ്രിസർവേഷൻ വഴി. ഓക്കെ, then hybridomas are result of the fusion of normal antibody producing cell with myeloma, abnormal antibody producing cell with myeloma, male reproductive cell with myeloma, female reproductive cells with myeloma. ആൻസർ എന്ന് പറയുന്നത് നോർമൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് സെൽ വിത്ത് മൈലോമയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹൈബ്രിഡോമ സെൽ എന്ന് വെച്ചാൽ എന്താണ്?
It is used as the basics for the production of antibodies in large amount for diagnostic and therapeutic use. നമ്മൾ തെറാപ്പറ്റിക് യൂസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ടും ഒക്കെ ആൻറ്റിബോഡീസിനെ ലാർജ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ശരിക്കും ഹൈബ്രിഡോമ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റിജനെ നമ്മളൊരു മൗസിലേക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ആൻറ്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആ മൗസിൻ്റെ അകത്ത് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന ബി സെൽസ് ആണ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ആ ബി സെൽസിനെ നമ്മൾ എന്ത് ചെയ്യും, മൗസിൻ്റെ സ്പ്ലീനിൽ നിന്ന് നമ്മളതിനെ കളക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബി സെൽസിനെ നമ്മൾ ട്യൂമർ സെൽസ് ഉണ്ടാക്കുന്ന ബി സെൽസുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യും അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ ആൻറ്റിബോഡിയും ഈ ആൻറ്റിബോഡിന്നടുത്ത ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന ബി സെൽസും ട്യൂമർ ഉണ്ടാക്കുന്ന മൈലോമ ഉണ്ടാക്കുന്ന ട്യൂമർ സെൽസ് ഉണ്ടാക്കുന്ന ബി സെൽസും നമ്മൾ എന്ത് ചെയ്യും, രണ്ടിനകത്തു നിന്നുള്ള ബി സെൽസ് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഹൈബ്രിഡ് ഉണ്ടാവും. ആ ഒരു ടെക്നിക്കിനെയാണ് ഹൈബ്രിഡോമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഹൈബ്രിഡോമ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഹൈബ്രിഡോമയ്ക്ക് 2 ക്വാളിറ്റീസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ മൈലോമ, നമുക്കറിയാം ട്യൂമർ സെൽസിന് അല്ലെങ്കിൽ ട്യൂമർ ടിഷ്യൂസിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലെ ലോഞ്ചിവിറ്റിയും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലോഞ്ചിവിറ്റിയും റീപ്രൊഡക്റ്റിവിറ്റിയും ഒക്കെ അങ്ങനെയുള്ള ആ മൈലോമ സെൽസിൻ്റെ അല്ലെങ്കിൽ ട്യൂമർ സെൽസിൻ്റെ ആ ഒരു കഴിവും അതുപോലെ തന്നെ എന്താണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും കൂടെ കിട്ടും ആർക്ക്, ഈ ഹൈബ്രിഡോമ സെൽസിന്. അപ്പോൾ അതാണ് ശരിക്കും ഹൈബ്രിഡോമ ടെക്നോളജിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ EcoR1 cleaves the DNA strands to produce blunt ends, sticky ends, satellite ends and ori replication end. ആൻസർ എന്ന് പറയുന്നത് സ്റ്റിക്കി എൻഡ്സ് ആണ്. അപ്പോൾ EcoR1 എന്ന് പറഞ്ഞാൽ എസ്ക്രീഷ്യ കോളയിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ടൈപ്പ് 2-ൽ വരുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസസ് ആണ്. അപ്പോൾ അവയാണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് സ്റ്റിക്കി എൻഡ്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് പാലിൻഡ്രോമിക് സീക്വൻസിലായിരിക്കും പറഞ്ഞ പോലെ ഈ EcoR1 കട്ട് ചെയ്യുന്നത്. പാലിൻഡ്രോമിക് സീക്വൻസസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും സെയിം ആണ്. ഓക്കെ, GAATTC. ഓക്കെ, അതിനെ തിരിച്ച് വായിച്ചാലും GAATTC ആണ്. ഓക്കെ, അതിൻ്റെ അങ്ങനത്തെ വരുന്ന പാലിൻഡ്രോമിക് സീക്വൻസസിലാണ് ഈ പറഞ്ഞ EcoR1 പോയി കട്ട് ചെയ്ത് സ്റ്റിക്കി എൻഡ്സിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, then one of the most frequently used techniques in DNA fingerprinting എന്ന് പറഞ്ഞല്ലോ, ഏതാണ്, VNTR ആണ്. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡൻ റിപ്പീറ്റ്സ് ആണ് DNA ഫിംഗർപ്രിൻറ്റിങ്ങിനകത്ത് ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. Then which of the following vectors are used to replace the defective gene in gene therapy? ഏതാണ് ജീൻ തെറാപ്പിയിൽ ഡിഫക്റ്റീവ് ജീനിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെക്റ്റർ? അഡിനോ വൈറസ്, കോസ്മിഡ്, RI പ്ലാസ്മിഡ്, TI പ്ലാസ്മിഡ്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, അഡിനോ വൈറസ് ആണ്. ഓക്കെ, ദെൻ ഡ്യൂറിങ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഡ്യൂറിങ് PCR, ടാഗ് പോളിമറേസ് ഈസ് യൂസ്ഡ് ബിറ്റ്വീൻ ഡീനാച്ചുറേഷൻ ആൻഡ് annealing and extension and amplification, none of the above. നമ്മൾ PCR ചെയ്യുന്ന സമയത്ത് ടാഗ് പോളിമറൈസ് എപ്പോഴാണ് ആഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഡീനാച്ചുറേഷൻ്റെയും അനീലിങ്ങിൻ്റെയും ഇടയ്ക്ക്, അനീലിങ്ങിൻ്റെയും എക്സ്റ്റൻഷൻ്റെയും ഇടയ്ക്ക്, എക്സ്റ്റൻഷൻ്റെയും ആംപ്ലിഫിക്കേഷൻ്റെയും ഇടയ്ക്ക്, ഇതൊന്നും അല്ല. ഇതാണ് ഓപ്ഷൻസ്. ആൻസർ എന്ന് പറയുന്നത് അനീലിങ്ങിൻ്റെയും എക്സ്റ്റൻഷൻസിൻ്റെയും ഇവിടെ ഇടയ്ക്കാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം PCR എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, പിന്നെ എക്സ്റ്റൻഷൻ. ഓക്കെ, ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളതിനെ ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു 90 to 98 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് DNA 2 സ്ട്രാൻഡായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനീലിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അതിനകത്ത് ഒരു പ്രൈമറിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അനീലിങ് പ്രൈമർ ആഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ആദ്യം ടെമ്പറേച്ചർ നമ്മൾ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ടു 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ ടെമ്പറേച്ചറിനെ മിനിമൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ DNA സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രൈമറിനെ ആഡ് ചെയ്തിട്ട് പ്രൈമറിൻ്റെ ആ ഒരു കോംപ്ലിമെൻ്ററി പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതിനെയാണ് അനീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൂടിച്ചേരുകയാണ്, നമ്മുടെ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് നടത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ DNAയും ഈ പ്രൈമറും തമ്മിൽ. അതാണ് നമ്മൾ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനെയാണ് അനീലിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം ഈ പ്രൈമർ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ടാഗ് പോളിമറൈസിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ടാഗ് പോളിമറൈസ് ആഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ബേസിസിന് ഈ പ്രൈമർ എക്സ്റ്റൻഷന് വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കോമൺലി കോമൺ സെൻസ് വെച്ച് യൂസ് ചെയ്യാവുന്ന പറയാവുന്ന കാര്യമുള്ളൂ, നമ്മൾ എപ്പോഴാണ് ടാഗ് പോളിമറൈസ് യൂസ് ചെയ്യുന്നത്, അനീലിംഗ് കഴിഞ്ഞിട്ട് പ്രൈമർ യൂസ് ചെയ്യുമല്ലോ, അനീലിങ്ങിനകത്താണ് നമ്മൾ പ്രൈമർ ഉപയോഗിക്കുന്നത്. ആ പ്രൈമർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ടാഗ് പോളിമറൈസ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം അനീലിങ്ങിൻ്റെയും എക്സ്റ്റൻഷൻ്റെയും കൂടി ഇടയ്ക്കാണ് നമ്മൾ ടാഗ് പോളിമറൈസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, then in vitro clonal propagation of plants is characterized by PCR and RAPD, then northern blotting, electrophoresis and HPLC, then microscopy. ആൻസർ എന്ന് പറയുന്നത് PCR-ഉം RAPD ആണ്. ഓക്കെ, then most commonly used restriction endonucleases in genetic engineering ഏതാണ്, ടൈപ്പ് 2. Which of the following is not PCR based marker? ഇതിൽ ഏതാണ് PCR based മാർക്കർ അല്ലാത്തത്? RAPD, AFLP, SSR, RFLP. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? RFLP ആണ്. റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആണ് PCR based മാർക്കർ അല്ലാത്തത്. ഓക്കെ, then which of the following endonucleases introduce single strand nicks in DNA? DNA S1 nuclease, ECHO R1, HIND 3. ആൻസർ എന്ന് പറയുന്നത് S1 ന്യൂക്ലിയേസസ് ആണ്. അതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് നിക്സ് DNA ഉണ്ടാക്കുന്നത്. അവർ കൂടുതലായിട്ടും സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിലാണ് കൂടുതലായിട്ടും ആക്ട് ചെയ്യുന്നത്. RNAയിലും ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെങ്കിൽ പോലും സിംഗിൾ സ്റ്റാൻഡേർഡ് നിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ S1 ന്യൂക്ലിയേസസിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. Then 5' 3' exonucleases activity is shown by DNA polymerase 3, DNA polymerase 2, DNA polymerase 1, all of this. അപ്പം 5' 3' എക്സോന്യൂക്ലിയേസ് ആക്ടിവിറ്റി ഉള്ള ആർക്കാണ്? DNA പോളിമറൈസ് 1-നാണ്. നമുക്കറിയാം പോളിമറൈസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ DNA ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ പോളിമറൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിവിടെ DNA പോളിമറൈസ് 1-ന് ക്ലീവ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട്. ഏതിനാണ്? 5' 3' എക്സോന്യൂക്ലിയേസ് ആക്ടിവിറ്റി ഉള്ള DNA പോളിമറൈസ് എന്ന് പറയുന്നത് DNA പോളിമറൈസ് 1 ആണ്. ഓക്കെ, then which of the following probe is used in western blotting? വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്താണെന്ന് മുമ്പ് പറഞ്ഞു. പ്രോട്ടീൻ ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ടാണ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ യൂസ് ചെയ്യുന്ന പ്രോബ് ഏതാണ്? ആൻറ്റിബോഡിയാണ്. പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ അവിടെ ആൻറ്റിബോഡിയാണ് അവിടെ പ്രോബായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് മാർക്കർ ഡെവലപ്ഡ് ഫസ്റ്റ് ടൈം? ഇതിലേത് മാർക്കറാണ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്? ആൻസർ എന്ന് പറയുന്നതും RFLP ആണ്. ഓക്കെ, ഇത് PCR ബേസ്ഡ് മാർക്കർ അല്ല RFLP എന്ന് പറയുന്നത്. ദെൻ RFLP ബേസ്ഡ് ഓൺ എന്താണ്? പോളിമോർഫിസം ഇൻ സിംഗിൾ ന്യൂക്ലിയോടൈഡ്, പോളിമോർഫിസം ഇൻ ഒലിഗോന്യൂക്ലിയോടൈഡ് പ്രൈമർ, പോളിമോർഫിസം ഇൻ ലെങ്ത് ഓഫ് ദ ഫ്രാഗ്മെന്റ്, ഓൾ ഓഫ് ദിസ്. ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആണ്. അപ്പോൾ ഓരോ DNA ഫ്രാഗ്മെന്റിന്റെയും ലെങ്ത്തിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് RFLP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ആൻസർ എന്ന് പറയുന്നത്? പോളിമോർഫിസം ഇൻ ലെങ്ത് ഓഫ് ഫ്രാഗ്മെന്റ്സ്. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺട്രി ഹാസ് ഹയസ്റ്റ് ട്രാൻസ്ജനിക് ക്രോപ്പ് ഏരിയ ഇൻ വേൾഡ്? ഏതാണ്? USA ആണ്. ചൈന, ഇന്ത്യ, USA, ബ്രസീൽ ആണ് ഓപ്ഷൻസിൽ. ആൻസർ എന്ന് പറയുന്നത് USA ആണ്. ഏറ്റവും ഹയസ്റ്റ് ട്രാൻസ്ജനിക് ക്രോപ്സ് ഉള്ളത് ലോകത്തിൽ. ഓക്കെ, ദെൻ ആൻ എക്സാമ്പിൾ ഓഫ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പിയുടെ എക്സാമ്പിൾസ് ഏതാണ്? Production of injectable hepatitis B vaccine, production of vaccines in food crops like potatoes which can be eaten, then introduction of genes for ADA in persons suffering SCID, the production of test tube babies by artificial insemination and implantation of fertilized eggs. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ജീൻ ഫോർ അഡിനോസിൻ ഡീഅമിനേസ് ഇൻ ദ പേഴ്സൺ സഫറിങ് ഫ്രം സെവറെ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ് SCID എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോസോമൽ റെസസീവ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഈ പറഞ്ഞ ADA ഡെഫിഷ്യൻസി അല്ലെങ്കിൽ SCID എന്ന് പറയുന്നത്. അപ്പം സെപ്റ്റംബർ 1990s ഡോക്ടർ വില്യം ആൻഡേഴ്സൺ ഒരു 4-year-old ഗേളായിട്ടുള്ള അശാന്തി ഡി സിൽവയിൽ USA വെച്ചിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ജീൻ തെറാപ്പി ആദ്യമായിട്ട് ചെയ്തത്. അപ്പം
എന്താ ചെയ്തതെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിനകത്തു നിന്നുള്ള ലിംഫോസൈറ്റ്സിനെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അവയിൽ ADA ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ADA ഉള്ള നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള ADA അഡിനോസിൻ ഡി അമിനേസിൻ്റെ cDNA എന്ത് ചെയ്തു, അവരുടെ ആ ലിംഫോസൈറ്റിൻ്റെ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു പുറത്ത് വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞ ADA ഉള്ള പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ADA ഉള്ള ഈ ലിംഫോസൈറ്റ്സിനെ വീണ്ടും തിരിച്ച് ആ പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് തിരിച്ച് വെക്കുകയാണ് ചെയ്തത്. അതാണ് അന്ന് ജീൻ തെറാപ്പിയിൽ അവർ ചെയ്തത്. റിട്രോ വൈറസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തത് അന്ന്. അപ്പോൾ താഴത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഈസി ആയിട്ട് പറയാമല്ലോ. എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ആസ് എ വെക്ടർ ഫോർ ക്ലോണിങ് ജീൻസ് ഇൻ ടു ഹയർ ഓർഗാനിസംസ്? ഹയർ ഓർഗാനിസംസിനകത്ത് ക്ലോണിങ് ജീൻസിനെ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് റിട്രോ വൈറസ് ആണ്. നമ്മൾ ഹ്യൂമൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഹയർ ഓർഗാനിസംസ് ആണല്ലേ. അപ്പം നമ്മൾ ജീൻ തെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഏതിനെയാണ്, റിട്രോ വൈറസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ബയോടെക്നോളജി ക്ലാസ് ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടെന്നറിയാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയതും ഒരുപാട് ക്വസ്റ്റ്യൻസ് പേപ്പറിനകത്തൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഞാൻ ടാക്സോണമി, അനാറ്റമി, ടെറിഡോഫൈറ്റ്